يا فاخرا بالنسب كيف التفاخر واصلكم من قبل تيا وناير വാശാരി മുശാരി വമണ്ണാനു പാണരു ഒക്കൊയപ്പം വച്ചട്ടിയോ വനായാടി പറയരൂ. ഒരു കല്യാണ പേരി പോയിരുന്നപ്പോ ആരോ ചോദിച്ചു പുതിയാപ്പിളിനെ അറിയില്ലേ കാളിയേരെന്ന് ചോദിച്ചു. ഇല്ല അറിഞ്ഞു, പുതു മുസ്ലിമാണ്. കാളിയേരി ഈ പറഞ്ഞാലോട് ചോദിച്ചു ഇജാരാന്ന് ചോദിച്ചു. എൻ്റെ വാപ്പാരാ, എൻ്റെ വാപ്പാൻ്റെ വാപ്പാരാ. എന്നിട്ട് അയാളെ പുതു മുസ്ലിം ആക്കുക. നമ്മളത് കുറെ അൽഫാത്തിയ എന്ന് ഓതിയാൽ അതിനൊരു എൻ്റെ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് പോകില്ല. ഞാനിപ്പോ ഇലാ ഹദ്റത്തി ആബായി അൽഫാത്തിയ എന്ന് പറഞ്ഞാൽ അതിലൊരു 3-4 കഷ്ണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ ഇലാ ഹദ്റത്തി ആണ്ട് പോകില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് തന്നെ അയ്യപ്പനാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കണ്ട, നിങ്ങളുടെ അതിനേക്കാളും ഒപ്പരയാണ് കാരണം. എന്നാ ഈ പാപ്പാന്റെ മക്കളുണ്ട് സ്റ്റേജിലും താഴെ, അതില് ഫാത്തിയ നേരാണ്ട് പോയാൽ മദീനത്ത് കണ്ടെത്തും. ഇടയിൽ അയ്യപ്പനും പറങ്കോടനും വരും. അതാണ് അവരെ കാണുമ്പോൾ നീച്ച് നിന്നിട്ട് നമ്മൾ കൈ പിടിച്ച് മുത്തുന്നത്. ധൈര്യമായിട്ട് മുത്താം, കാരണം അവരിൽ എഴുക്കുണ്ടാവും. ആ സ്ഥാനം നമ്മൾ വകവെച്ച് കൊടുത്തേ തീരൂ. ഞാൻ കുറെ ചിന്തിച്ച് ഞാൻ എന്തേ തങ്ങളാവാഞ്ഞു, ഒരു പിടുത്തം കിട്ടിയില്ല. കാരണം വമ്മ ഊത്തിത്തും മിനലിമില്ല കളി. നീ കുറച്ചും കൂടി കയറി ഞാൻ എന്തേ നബിയാവാഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. എന്താ അള്ളാഹ്ക്കിപ്പോ നമ്മളെ നബിയാക്കി കൂടെ? അള്ളാഹ്ക്കിപ്പോ ഈ കൂട്ടുന്ന ഒരാളെടുത്ത് നബിയായിക്കൂടെ? ആക്കാ എന്തി ആവാന്? വല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. റിസാലത്ത് നുബുവത്തൊക്കെ എവിടെ ആരിൽ വെക്കണം എന്ന് അള്ളാഹ്ക്കറിയാം. നമ്മളതിൽ ഇടപെടാൻ പോണ്ട. ഇനി ആക്കിയ ആൾക്കാരൊപ്പം നിൽക്കുക, അതാ രക്ഷക്ക് വഴി. നമ്മളേതോ ആയില്ല, അപ്പോ നീ ആക്കിയ ആളുകളുടെ കൂടെ നിൽക്കുക. വേറെന്താ? ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. മുഹമ്മദ് മുസ്തഫാനെ നിങ്ങൾ അക്രിമോ, നിങ്ങൾ ബഹുമാനിക്കണേ. അഹ്ലു ബൈത്തിലൂടെ ബഹുമാനിക്കണേ. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാരാണ്. കവാടം തുറന്നിട്ടാതെ പട്ടണത്തിൽ കയറാൻ പറ്റുമോ? അലിയാര് കിടക്കണ എവിടെ? നജ്ഫിലാണ്. മറ്റുള്ള 3 ഖുലഫാവും കിടക്കുന്നത് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്താണ്. 2 ആളുകൾ അടുത്ത് തന്നെ, ഒരാള് കുറച്ചപ്പുറത്ത്. അലിയാരെ വാതിലാണ്, അത് കുറച്ച് അപ്പുറത്തുണ്ട്. 2 ആൾക്കാര് തലേണ നൂട്ടിക്കോളി. തലേണ തൊട്ടടുത്തുണ്ടാവും, വാതിലോ കുറച്ചപ്പുറത്തുണ്ടാവുക. ഈ തലേണ കിട്ടണമെങ്കിലും തലേണന്റെ ഇടയിൽ കിടക്കുന്ന മുത്തനബിനെ കിട്ടണമെങ്കിലും വാതിൽ തുറന്നിട്ട് കൊണ്ട് വരണം. വാതിൽ തുറന്ന് വന്നാലേ ഉമറിനെ കിട്ടുള്ളൂ റളിയല്ലാഹു അൻഹു, എന്നാലേ അബൂബക്കർ സിദ്ദീഖിനെ കിട്ടുള്ളൂ റളിയല്ലാഹു അൻഹു, എന്നാലേ മുത്തു മുസ്തഫാനെ കിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇതിൽ ഒരാളെ നഷ്ടപ്പെട്ടാൽ എല്ലാവരെയും നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ബുർദ തുടങ്ങിയത്. എങ്ങനെയാണ്? ഇമാം ബൂസീരി ആമിൻ തദക്കുരി ജി റാനിം ബിദി സലമി മസജ്ത മഞ്ചറാ ബിമുഖലതിം ബിദമി. തദക്കുരി ജാരി എന്നല്ല ജീറ എന്ന് പറഞ്ഞു, ജമ്മാക്കിട്ടാ പറഞ്ഞു. റസൂലുള്ളാഹിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ജാരി എന്നല്ല പറയണ്ടേ, ജീറ എന്ന് പറഞ്ഞു. എല്ലാരെയും കൂടി കൂട്ടിപ്പിടിച്ചതാണ്. ബുർദ തുടങ്ങിയത് ഇസ്തിഫാമിന്റെ അലിഫും ജാറിന്റെ മിന്നുമായിട്ടാണ്. അമീൻ, അത് രണ്ടും 2ആണ്. പക്ഷെ എന്നാലൊന്ന് കൂട്ടി വായിച്ചു നോക്കാണ് അമിനാന്ന വായിക്കുക. അതിന്റെ അർത്ഥം നിർഭയനായി എന്നാണ്. അമ്ന്, കാരണം ബുർദക്കാരൻ അങ്ങനെ സൂചന അതിലുണ്ട്. അമ്ന്, മദ്ഹ് കൊണ്ട് യാത്ര ചെയ്യുന്നവൻ, മദ്ഹ് വിഷയമാക്കിയവൻ, മദ്ഹ് ചൊല്ലുന്നവൻ, മദ്ഹ് പാടുന്നവൻ അള്ളാന്റെ അദാബിനെ തൊട്ട് അമ്നുള്ള ആളാണ് എന്നിലേക്ക് ഇശാറത്താണ്. തദക്കുരി ഓർമ്മ വന്നിട്ടാണോ ജീറാനിം ബിദി സലമി
ദൂസലമിന്റെ അയൽക്കാരെ ഓർമ്മ വന്നിട്ടാണോ? മസജിത്ത നീ കലർത്തിയത് ദമ്മൻ ജറാ മിമ്മുഖലത്തിൻ ബിദമീ കണ്ണിന്റെ കുഴിയിൽ നിന്ന് കുടുകുടാ ഒഴുകുന്ന കണ്ണുനീരിനെ രക്തവുമായി നീ കലർത്തിയത് ദൂസലമിന്റെ അയൽവക്കക്കാർ ഓർത്തത് കൊണ്ടാണോ? ഓ, കണ്ണീര് രക്തവുമായി ചാലിക്കും. ചിലപ്പോ എപ്പോഴാണ് എന്നറിയോ? കൽബിന്റെ ഉള്ളിൽ താപം കയറിയിട്ട് ചൂടായാൽ, നല്ല സങ്കടത്തോടെ കരയുന്ന കണ്ണുനീരിന് ചൂടുണ്ടാവും. കാരണം എന്താ? രക്തത്തിൽ ചാലിച്ച വരുന്നത്. നല്ല സന്തോഷത്തിൽ കരയുന്ന കണ്ണീരിന് തണുപ്പായിരിക്കും. അങ്ങനെ സുറൂറിൽ നിന്ന് വരുന്നതാണ്, മറ്റേ ഹുസ്നിൽ നിന്നും ഹമ്മിൽ നിന്നൊക്കെ വരുന്നതാണ്. അനുരാഗം രോഗമായി. അപ്പോൾ സങ്കടത്തോടു കൂടി കരയുമ്പോൾ അതിന് ചൂടാണ്. ആ ബാഷ്പത്തെ തൊട്ട് ചുടുബാഷ്പം തൊട്ടുകൊണ്ട് സ്വന്തത്തോട് ചോദിക്കുകയാണ്, ദൂസലമിലെ അയൽവക്കക്കാരെ ഓർത്തത് കൊണ്ടാണോ ഇങ്ങനെ കണ്ണുനീര് രക്തത്തിൽ ചാലിച്ചുകൊണ്ട് നീ കരയുന്നത്? അല്ലാഹു റബ്ബി, ചിന്തിക്കണേ ചിന്തിക്കണേ. വളരെ ഗൗരവത്തിൽ അകക്കൺ തുറന്നൊന്ന് നോക്കൊന്നേ മൂടാ, ഉളുസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഹദീസിലേക്ക് പിന്നെയും കടന്നു വന്നാൽ, ഇന്ന് പ്രഭാഷണത്തിന്റെ പ്രാരംഭമാണെന്ന് ഞാൻ അറിയുകയുണ്ടായി. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെയും മഹബ്ബത്തിനെയും കൂട്ടിപ്പറഞ്ഞ് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹിൻ, എന്റെ അഹ്ലു ബൈത്ത് കസഫീനത്തിന്നല്ല. കസഫീനത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങോട്ട് വരില്ല, വിളിച്ചിട്ട് എനിക്ക് വരാൻ കഴിയില്ല. കാരണം ഞാൻ ബ്ലോക്ക് പെട്ട് എടുക്കായിരുന്നു. കസഫീനത്തി നൂഹ് എന്ന് പറഞ്ഞാൽ ഇനി പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കസഫീനത്തിനൂടെ എല്ലാ കപ്പലും നമ്പാൻ പറ്റൂല, പല കപ്പലും പൊളിയും, ഹലാക്കിലാവും. ഞാൻ എപ്പോഴും ദീപുകാർ എന്നെ പരിപാടി വിളിച്ചാൽ കപ്പലാണെങ്കിൽ പോവാത്ത ആളാണ്. അടുത്ത മാസം പോകുന്നുണ്ട്, ഹെലികോപ്റ്റർ ആയതുകൊണ്ട് പോകണം. കപ്പലിൽ പോകുന്ന ദീപക്ക് പോവാറില്ല. കാരണം ഞാൻ ആദ്യം വാതിന് പോയ ദീപക്ക് കപ്പലിലാണ് പോയത്. അന്ന് ഞാൻ മരിക്കുമെന്ന് കരുതി. കപ്പലാണ്ട് ആടിയിട്ട് മനുഷ്യൻ ഛർദ്ദിച്ചിട്ട് കപ്പലിനുള്ളിലുള്ള ഹോസ്പിറ്റലിൽ 2 ദിവസം ഞാൻ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ കപ്പലിൽ ദ്വീപിലേക്ക് വാതിന് പോകാറില്ല. കാരണം എല്ലാ കപ്പലും നമ്പാൻ പറ്റൂല. ചില കപ്പല് മനുഷ്യനെ കുലുക്കിയിട്ട് തള്ളിയിടും, മനുഷ്യന് ഛർദി വരും, മനുഷ്യൻ മയ്യിത്താവും. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ അതല്ല. മയ്യിത്താകുന്ന ആളുകളെ മയ്യിത്താവാതെ രക്ഷപ്പെടുത്താൾ. രണ്ടാമത്, ആ കപ്പലിൽ കയറാത്തവൻ അപകടത്തിലും പരാജയത്തിലുമാണ്. ഇനിയാണ് അർത്ഥം വെക്കേണ്ടത്. അഹ്ലു ബൈത്തിനെ കപ്പലാണെന്നല്ല പറഞ്ഞത്, നൂഹ് നബിയുടെ കപ്പലാണ്. അപ്പോൾ കയറിയില്ലെങ്കിൽ അപകടമാണ്. മൻമാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദീൻ മാത ഷഹീദാ. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരോടുള്ള മഹബത്ത് കൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ അവന് ആന്തരികമായി ഷഹാദത്തിന്റെ പ്രതിഫലമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആ മഹബത്ത് ഖൽബിൽ വെച്ചുകൊണ്ടാണ് മരിച്ചതെങ്കിൽ, പ്രായമുള്ളവരെ കണ്ണട വെച്ച് മൊബൈലിലേക്ക് നോക്കണ്ട, വാളിലേക്ക് നോക്കിക്കോ. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ് മരിച്ചതെങ്കിൽ ഖബറിലേക്ക് മലക്കുകൾ അവനെ മണവാട്ടിയെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം 60 വയസ്സ് കഴിഞ്ഞ ആളുകളും മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണ്ണട വെച്ചതിലേക്ക് മജ്ലിസിൽ പാളി നോക്കുന്നു എന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഭാര്യയെക്കാളും മൗലൂദിന്റെ ഇടയിൽ എടുത്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ചെല്ലേണ്ടത് ഇന്ന ബൈത്തൻ അന്ത സാകിനുഹു. അപ്പൊ അതിനർത്ഥം എന്താ വെക്ക? ഇന്ന ബൈത്തൻ ഏത് പൊരയാണ്, അന്ത മൊബൈലാകുന്ന സാക്കിനോ പൊരയിലുണ്ടെങ്കിൽ ലൈസ പൊരക്കാനല്ല മോത്താജിനെ സുറജിഞ്ഞ് വേറൊരു കൊടച്ചക്രം അവിടെ വേണ്ടിയല്ല, അനജി ഉണ്ടല്ലോ, അങ്ങനെ അർത്ഥം വെക്കണ്ടേ.
ഖുതുബത്തിന്റെ ഇടയിൽ മൊബൈൽ എടുത്ത് നോക്കണം. വിളിക്കണേ മൊയ്തീസ് ഇങ്ങനെ തോണ്ടിനെ ഇതിലും എന്നാ പിന്നെ വിളിക്കണാണല്ലോ തോണ്ടണ്ട്. വേറെ ആളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് തോണ്ടല. ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് മജ്ലിസിൽ മൊബൈൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കണക്കെതിരെ പടവിട്ട് എന്നിട്ട് കിട്ടുന്ന വാല് മതി എന്ന് വിചാരിച്ചു. അല്ലാതെ ഇപ്പൊ വാല് പിടിച്ചെടുക്കുന്ന പ്രഭാഷണ മാഫിയ സംഘത്തിൽപ്പെട്ട ആളൊന്നുമല്ല ഞാൻ. എന്നിട്ട് കിട്ടുന്ന ആദ്യം അതബ് പിന്നെയാണ് അമല്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെ പോയാലും ഇതെന്നെ ശല്യം. രാത്രി 2 മണിക്ക് മുത്താലിമ്യങ്ങളടക്കം കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഉറക്കം വെച്ചിട്ട് തൊള്ളയും തുറന്ന് നാവ് നെട്ടിട്ട് അതിങ്ങനെ നോക്കും. പക്ഷെ പകൽ 10 മണിക്ക് കിതാബ് എടുത്ത് നോക്കിയാലോ ഉറങ്ങി. ഈ സാധനം ഇല്ലെങ്കിൽ ഉറങ്ങും. അങ്ങനെ ഒരു കൗമായി മാറി നമ്മൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രായമുള്ളവരാലും വേണ്ടിയില്ല, പ്രായമില്ലാത്തവരും വേണ്ടിയില്ല. മജ്ലിസിൽ മൊബൈൽ തോണ്ടനെ കണ്ടാൽ അപ്പം അതീസോതും ഞാൻ. അതിന് ഇഷ്ടമുണ്ടെങ്കിൽ വാദം വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ തൽസമാത്തിന്റെ ആൾക്കാരായിരിക്കണം. ഓൾക്ക് പിന്നെ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചപ്പോൾ അതിന് ദിക്ർ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് വാഴ കഴിഞ്ഞിട്ട് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ശ്വാസം മുട്ടയാൾ മരിച്ചാൽ ഞാൻ ഉത്തരവാദിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല മജ്ലിസുകളെ ബഹുമാനിക്കാൻ നമ്മളിങ്ങനെ പ്രസംഗിച്ചാൽ പോരല്ലോ, കുറച്ച് ഹാലും നമ്മളെടുത്ത് വേണ്ടേ. നമ്മളിങ്ങനെ അതവ് പഠിപ്പിച്ചു, നമ്മളെടുത്ത് ആദ്യം അതവ് വേണ്ടേ. മാലിക് ഇമാമിന് ഇതിങ്ങനെ പ്രസംഗിക്കാൻ കഴിയും. ഇൽമിന്റെ സാസിൽ ഹദീസ് പറഞ്ഞെടുക്കുമ്പോ കരുതേളുത്തി 16 വട്ടം കാലിളക്കിയില്ല ആണ് പറയും. എന്നിട്ട് ഈ പറഞ്ഞു പോയിരുന്ന തോണ്ടും ചെയ്യും. പിന്നെ എന്തോടെ നേരത്തെ പറഞ്ഞതിന് അർത്ഥം? നമ്മളിൽ കുറച്ച് അതവ് വേണ്ടേ, എന്നാലല്ലേ കൗമെന്നാ ഉള്ളൂ. ഷെയ്ഖ് ജിലാനെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നാൽ ഷെയ്ഖ് ജിലാനെ കണ്ട ആൾക്കാർ കരയും. എന്താ കരയാൻ കാരണം? പ്രസംഗം മാത്രല്ല, ഒറ്റ മജ്ലിസിൽ 70,000 മനുഷ്യന്മാരാ പങ്കെടുക്കുക. 70,000 ആളുകൾ. ആ 70,000 ആളുകളിൽ ബാക്കിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർ തൊടന്റെ ഇടയിൽ വാള് വെച്ചിട്ടായിരിക്കുക. അയിമ കൂടി രക്തം ഒഴുകുന്നുണ്ടാവും. കാരണം എന്താ, ആളെ കൊന്നിട്ടായിരിക്കും വരിക. 4-5 ആൾക്കാരെ കാട്ടിൽ വെച്ച് കൊന്നിട്ട് അവരെ കൊള്ളടിച്ചിട്ട് വരുമ്പോ ഷെയ്ഖ് ജിലാന്റെ വാളിന് വന്നിരുന്നതാ. ആളെ കൊന്ന് ചോരയൊലിക്കുന്ന കടുകവുമായി വന്ന് പിന്നാമ്പുറത്തിരിക്കുന്ന കൊള്ളസംഘത്തിന്റെ തലവന്മാർ ആ സദസ്സിൽ പങ്കെടുക്കലോടെ ദിക്റങ്ങ് കൽബിലേക്ക് ഫന ആയപ്പോൾ ഔലിയാക്കളായി. എന്തുകൊണ്ട്? സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ് വഉൻസുൻ നഫ്സി ഫിക്റുല്ലാഹ് വകൂനു ഔലിയാ അല്ലാഹ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുല്ലാഹി മിഫ്താഹുൻ ലിബാബില്ലാഹി മിസ്ബാഹുൻ ലിയഖ്ലില്ലാഹി മിജ്റാഹുൻ ലിബിലീസിൻ അദുവില്ലാഹ് ലിബിലീസിൻ അദുവില്ലാഹ്. ഫഖൂലു യാ ഇബാദല്ലാഹ് فقولوا يا عباد الله دواما مخلصا لله رجاء في لقاء الله لا إله إلا الله لا إله إلا الله. ബോൽക്കാരെ പേടി ഷെയ്ഖ് ജിലാനിക്കൊക്കെ. ഒരിക്കൽ ഇൽമു അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഷെയ്ഖ് ജിലാനി ഇൽമു അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സാസിലേക്ക് പണം വിടർത്തിയ വലിയൊരു മൂർഖം വന്ന് ചാടി. അല്ലെങ്കിൽ രാജവമ്പാല എന്ന് വെച്ചോളൂ. വിഷയം എന്തായിരുന്നു? അൽ ഖദറു അൽ ഖൈറു വശ്ശർറു കുല്ലും മിനല്ലാഹ്. ഈമാനിലെ 6ാമത്തെ കാര്യമായിരുന്നു തദ്രീസിന്റെ വിഷയം. അൽ ഖൈറു വശ്ശർറു കുല്ലും മിനല്ലാഹ്. ഇത് ദർസ് നടത്തുമ്പോഴാണ് രാജവമ്പാല വന്ന് വീണിട്ട് പണം വിടർത്തിയിട്ട് ആടാൻ തുടങ്ങിയത്. സാസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ജമ്മും കസറാക്കാനുള്ള ദൂരത്ത് കൂടി. ആ ഏരിയയിലെ കണ്ടില്ല. അവസാനം ഷെയ്ഖ് ജിലാനിയും പാമ്പും മാത്രം ബാക്കിയായി. പാമ്പ് ഷെയ്ഖ് ജിലാനിയുടെ മുമ്പിൽ നിന്നിട്ട് പണം വിടർത്തിയിട്ട് ആടാൻ തുടങ്ങി. ഷെയ്ഖ് ജിലാനി വെച്ച് എന്തേന്ന് വെച്ച് അപ്പൊ കുപ്പായത്തിനുള്ളിൽ കൂടി കയറി, കഴുത്തിൽ ചുറ്റി, മുഖത്തിന് നേരെ എങ്ങനെ നിന്നോ, മര്യാദക്ക് നിന്നോ. ഹൈറും ഷെറും അള്ളാന്റെ അടുത്ത് നിന്നുള്ളത് പഠിപ്പിക്കണ സമയത്ത് ഇന്നെ വരട്ടാനൊന്നും വേണ്ട. മര്യാദക്ക് നിന്നില്ലെങ്കിൽ വിവരം അറിയും. പാമ്പ് നേരെ കണ്ട് ഇറങ്ങിയിട്ട് പത്തി താഴ്ത്തിയിട്ട് ഒറ്റക്കെടുത്ത. എന്നിട്ട് ശരിക്കുള്ള സ്വഭാവം കാണിച്ചിട്ട് പറഞ്ഞു, ജിന്ന് പാമ്പായിട്ട് വന്നതാണ്. ഞാൻ പല മജ്ലിസും വീണിട്ടുണ്ട്, പക്ഷേ കുന്നുലിങ്ങിയാലും കുഞ്ഞാത്ത ഉലുങ്ങുമാതിരി കൽബ് ഇറങ്ങാതെ ആ മജ്ലിസിൽ നിന്ന് അനങ്ങാതെ
അവിടെ ഉറച്ചെന്ന് അടുത്ത കാലത്ത് കണ്ടുമുട്ടിയവരിൽ മഹാനായ ഒരു അധ്യക്ഷനാണ്, വലിയ നേതാവാണ്. നിങ്ങളെ കൽബ് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ കൽബാണ് ഈമാൻ കയറിയ പിന്നെ എന്താ പാമ്പ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ദാവൂദ് അലൈഹി സ്വലാം ഒരിക്കലും മക്കളെ എല്ലാരും കൂടി കൂട്ടിയിട്ട് വെച്ചു, മക്കളെ ഈ ലോകത്ത് സുലൈമാൻ നബിനെ അറിയില്ലേ? അറിയില്ല? നമ്മൾ കുടിക്കണ കട്ടൻചാന്റെ പേരെന്താ? സുലൈമാനിയല്ലേ? ആ പിന്നെന്താ അറിയില്ല അറിഞ്ഞ് എന്താ സുലൈമാനിന്ന്? മക്കളെ യായ് നിസ്ബാന്റെ യാ അല്ലത്, സുലൈമാനി എന്ന് പറയുമ്പോ യായ് നിസ്ബാന്റെ യാ. അപ്പൊ ഇപ്പുറത്ത് സുലൈമാൻ ഇല്ലാതെ ആ പേര് ശരിയാവൂല. ലോകത്താദ്യം കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചത് സുലൈമാൻ നബിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ പേര് വല്ല അലൈഹിസ്സലാം പറഞ്ഞൂടെ? മാത്രല്ല മുത്താലിമിങ്ങൾ നമുക്ക് സുലൈമാൻ നബി വലിയൊരു മാതൃകല്ലേ. ഖുയ്യിറ സുലൈമാൻ ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി. അല്ലാഹ് സുലൈമാൻ നബി ഇസ്ലാമിനോട് വെച്ചത് ഹദീസാട്ടോ. ഖുയ്യിറ തഖീർ ചെയ്യപ്പെട്ടു സുലൈമാൻ അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി ഇസ്ലാമിന് 3 ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് ഇൽമാണോ വേണ്ടത്, അതോ രാജാധികാരമാണോ വേണ്ടത്, പൈസ ആണോ വേണ്ടതെന്ന് വെച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ലോകം എല്ലായിടത്തും ഭരിക്കാനുള്ള ഒരവസരം തരാം, അല്ലെങ്കിൽ ഭൂമി നിറയെ പൈസ തരാം, അല്ലെങ്കിൽ ഇൽമ തരാം. ഇതിപ്പോ എന്നോട് വെച്ചാൽ ഞാൻ എന്താ പറയാ? മക്കൾ നിങ്ങൾ എന്താ പറയാ? സുലൈമാൻ അലൈഹി സ്വലാം തെരഞ്ഞെടുത്തു അൽ ഇൽമ, എനിക്ക് ഇൽമോദി. അപ്പൊ അല്ലാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്തു അൽ ഇൽമ, ഇൽമ കൊടുത്തു, വൽ മാല പൈസയും കൊടുത്തു, വൽ മുൽക്ക രാജാധികാരം കൊടുത്തു. അതിനെന്താ മനസ്സിലായത്? ഇൽമ തെരഞ്ഞെടുത്ത ഒക്കെ എല്ലാം ഉണ്ടാവും. ഇൽമിനെ തെരഞ്ഞെടുത്താൽ മുഴുവൻ ഉണ്ടാവും. കാരണം ഇൽമ മേലെയാണ്. ഇൽമ എന്നുള്ള വാക്ക് തന്നെ അയിനുകൊണ്ടാ തുടങ്ങുന്നത്. അത് ഒലുവ് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. ഇൽമ തെരഞ്ഞെടുത്താൽ അവൻ ആലയാണ്, അവൻ ആലയാണ്. മഹാനായ ഖുതുബുൽ അഖ്താബിന്റെ കാലത്ത് രാജാക്കന്മാരുണ്ട്, അവരുടെ പേര് ചരിത്രത്തിലുണ്ടോ? അന്ന് പട്ടാളക്കാരുണ്ട്, യുദ്ധവീരന്മാര്. അവരുടെ ദേശസ്നേഹമോ അടരാടിയതോ പോരാടിയതോ ഇന്ന് പറയപ്പെടുന്നുണ്ടോ? ശൈഖ് ജിലാനിയുടെ കാലത്ത് വലിയ ധനാഢ്യരുണ്ട്, അവരുടെ പേര് മാലോകർക്കറിയുമോ? പക്ഷേ ശൈഖ് ജിലാനി കോടികളായ മനുഷ്യരുടെ മനസ്സുകളില് രാജനല്ലേ. പറയപ്പെടുന്ന മദ്ഹ് പറയപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന, എഴുതപ്പെടുന്ന, സ്റ്റേജിലും പേജിലും മുഴങ്ങുന്ന വലിയ പേരിന്റെ ഉടമയല്ലേ. അത് സയ്യിദായത് കൊണ്ട് മാത്രമല്ല, വലിയ ആരിഫാണ്. ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മാരിഫത്തും അറിയുന്ന ആളാണ്. ഖുർആനിന്റെ ഉള്ളും പുറവും അറിയുന്ന ആളാണ്. ചില മഹാന്മാര് പറയുന്നത് സത്യത്തിൽ അവർക്ക് ഇജ്തിഹാദിനുള്ള ഇൽമുണ്ടായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചതാണ്. അവർ ഇജ്തിഹാദ് ചെയ്ത് എത്തിയാലുമുള്ള ഇൽമുകൾ 4 മദ്ഹബിലും ഉള്ളത് കൊണ്ട് അവർ ഷാഫി ഹംബലി മദ്ഹബുകൾ മാറി മാറി സ്വീകരിച്ചതാണ്. അങ്ങനെ സ്വീകരിച്ചതിന്റെ പിറകിലുള്ള രഹസ്യം തന്നെ കശ്ഫിന്റെ ഉലമാ പറയുകയാണ്. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോ അഹ്മദ് ഇബ്നു ഹംബലിനെ കിനാവിൽ കാണുകയാണ്. ഓ ശൈഖ് ജിലാനി, നിങ്ങൾക്ക് ഒരുപാട് അനുയായികൾ ഉള്ളതല്ലേ? എന്റെ മദ്ഹബിൽ ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗവേഷണം ചെയ്ത ഇൽമുകളൊക്കെ ദുനിയാവിലുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മദ്ഹബിനെ സ്വീകരിക്കുകയാണെങ്കിൽ കുറെ ആളുകൾ എന്റെ മദ്ഹബ് സ്വീകരിക്കും. പറ്റുമെങ്കിൽ എന്റെ മദ്ഹബ് ഒന്ന് സ്വീകരിക്കുമോ എന്ന് 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ അഹ്മദ് ഇബ്നു ഹംബലിനെ കിനാവിൽ കണ്ടപ്പോ മദ്ഹബ് മാറി തഖ്ലീദ് ചെയ്തതാണെന്ന് വരെ മഹാന്മാര് പറയുകയാണ്. അപ്പോഴാണ്
മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ കിനാവിൽ കാണുന്നത്. ഓ ശൈഖ് ജീലാനി, നിങ്ങൾ ശാഫി മദ്ഹബുകാരനായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് എന്റെ മദ്ഹബ് നിങ്ങൾ സ്വീകരിക്കാത്തത്? നിങ്ങൾക്കൊരു ഹനഫിയായി കൂടെ? അപ്പോൾ ശൈഖ് ജീലാനി അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് തിരിച്ചു പറഞ്ഞത്രേ, ഞാൻ അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിൽ റിജാൽ കുറവായതുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. അങ്ങനെ മദ്ഹബിന്റെ ഇമാമുകൾ വരെ അവരുടെ മദ്ഹബിലേക്ക് ഇമാം മഹാനായ ശൈഖ് ജിലാനി വന്നു കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ബർസഖി ദർജയിൽ വെച്ച് വിഷമത്തിൽ വെച്ച് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആരാണ് ഖുത്ബുൽ അഖ്താബ്? ഇവരുടെ വല്യപ്പ ആരാണ്? മുതലായ റമളാനിൽ മുലനെ കോടിക്കും നാൾ 30 നാളിലോ മുലനെ തോടാത്തോവർ. ബാവ മുതുകിന്ന് കുത്തുബായി വന്നോവർ, ബാനമാതളിലോ കേളി നിറഞ്ഞോവർ. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നി കൊടുത്തോവർ. അള്ളാഹുരുടെ ബർക്കത്തോണ്ട് നമ്മൾ നന്നാക്കി തെറ്റേ. അമീൻ പറയും. ഞാനൊരു ഒന്നൊന്നേകാൽ മണിക്കൂറെ പ്രസംഗിക്കുള്ളൂ. ഒരുപാട് നിങ്ങൾ കാത്തിരുന്നോണ്ട് ഇനി നിങ്ങളെ ഇരുത്തിയിട്ട് ഒരുപാട് പ്രസംഗിക്കുന്നത് ശരിയല്ല. ഉള്ളത് നന്നായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ തന്നെ മറജൽ ബഹ്റൈനി അൽത്തഖയാന്ന്, 2 ബഹർ എന്ന് പറഞ്ഞു. മഹാനായ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി റൂഹുൽ ബയാനിലെ ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവിടെ കാണാം മറജൽ ബഹ്റൈൻ. ഒരു ബഹർ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ, മറ്റൊരു ബഹർ അലി ഇബ്നു അബി ത്വാലിബ്. ബൈനഹുമാ ബർസഖുൻ. ആ 2 ബഹറിന്റെ ഇടയിൽ ബർസഖുണ്ട്. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ. അലിയാർ ഫാത്തിമ എന്ന 2 ബഹറുകളിൽ നിന്ന് മുത്തും പവിഴവും പുറത്തു വരാനുണ്ട്. അതിൽ ആദ്യത്തെ കണ്ണികളാണ് അൽ ഹസൻ വൽ ഹുസൈൻ. മലയാളക്കരയിലേക്ക് അഹ്ലുബൈത്ത് വന്നത് മദീനയിൽ നിന്ന് യമനിലേക്ക്, യമനിൽ നിന്ന് മലയാള മണ്ണിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ 50 ലക്ഷത്തിലേറെ ആളുകളുടെ ഇസ്ലാമിന്റെ പിറകിൽ പ്രവർത്തിച്ച മഹാനായ സുൽത്താനുൻ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നത് മദീനയിൽ നിന്ന്. ആത്മാവിന്റെ റൂട്ട് മാപ്പ് മനാമിൽ മുത്തനബി അറിയിച്ചു കൊടുത്തപ്പോ അജ്മീറിൽ വന്ന് പ്രബോധനം പ്രാരംഭം കുറിച്ച് ലക്ഷക്കണക്കിന് കാഫിരീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനല്ലേ. ദീനീ ദഅവ നടത്തുന്ന സമയത്ത് അതൊരിക്കലും വർഗീയവാദമാവുകയില്ല, അത് ഭീകരവാദമാവുകയില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അമുസ്ലിമീങ്ങൾ തമ്പടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സിയാറത്തിന്റെ ആശാ കേന്ദ്രമല്ലേ ഖാജ തങ്ങൾ കിടക്കുന്ന കേന്ദ്രം. അവിടെ സ്വാമിമാരില്ലേ, നെറ്റത്ത് കുറിയുള്ളവരില്ലേ, അവരിൽ പലരും മാസങ്ങളോളം താമസിക്കുകയല്ലേ. അവിടെ ചെമ്പിൽ നിന്ന് വിളമ്പുന്ന കഞ്ഞി കുടിക്കുന്നവരല്ലേ. ഒരു കൊടുംഭീകരന്റെ മക്ബറയെ അമുസ്ലിമീങ്ങൾ വലയം ചെയ്യുമോ? ഒരു കൊടുംഭീകരന്റെ മക്ബറ എങ്ങനെ അമുസ്ലിമീങ്ങൾ വലയം ചെയ്യാം? ദീനീ ദഅവത്ത് നടത്തുമ്പോൾ ഒരിക്കലും ഭീകരവാദാവൂല. അത് ഇന്ത്യ തെളിയിച്ചതാണ്. ഇന്ത്യയിലേക്ക് വന്ന വിദേശികളുമായിട്ടൊക്കെ വൈദേശിക ശക്തികളുമായിട്ടൊക്കെ ഇന്ത്യക്കാർ പോരാടിയിട്ടുണ്ട് എല്ലാരായിട്ടും. ഇല്ലൽ അറബ്, അറബികളുമായി പോരാടിയ ഒരു ചരിത്രമില്ല. ഇന്ത്യയിലേക്ക് വന്ന വിദേശികളിൽ ഏത് വിഭാഗവുമായിട്ടാണ് ഇന്ത്യക്കാർ പോരാടാത്തത്? പക്ഷെ അറബികളുമായി പോരാടിയില്ല. എത്തി നാടൻ ദേവർ മലയാളത്തിൽ ഇന്ത്യ കൊടുങ്കല്ലൂർ. എനിക്ക് മിന്നാൻ അവിടെ ആയിരുന്നു പരിപാടി.
എത്തി നാടെന്തവർ മലയാളത്തിൽ ഇന്റെ കൊടുങ്ങല്ലൂർ നേകർത്താണത്തിൽ കത്തും മൂടി ബേന്ദർ മാണി താജുദ്ദീൻ ഹജി വസിയത്തോ കുറിയാൽ മുന്തി തേത്താ ദാരേശ്വർ സമ്മേദത്തിൽ ഇസ്ലാ ദീനെ നടത്തിനർ ശറനൂല ഊത്തേ കൊടുങ്ങല്ലൂർ മുതൽ മറ്റെല്ലാ ഓരോ തലം നോക്കി ബാന ബൈത്തല്ലാ ആ കൊടുങ്ങല്ലൂരിൽ നമ്മുടെ പഴയകാല തലമുറ വന്നിറങ്ങിയപ്പോൾ അവരെ ചോദ്യം ചെയ്തതോ നിങ്ങൾ എന്തിനു വന്നു എന്ന് അന്വേഷിച്ചതോ ഇല്ല. പായക്കപ്പൽ കടലിൽ കാറ്റിന്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന പായക്കപ്പലിലേറി വന്ന പട്ടിണി പാവങ്ങളായ വയറൊട്ടിയ കവളൊട്ടിയ കണ്ണുള്ളിലേക്ക് വലിഞ്ഞ ഇസ്ലാമിക മിഷനറി പ്രവർത്തകന്മാര് കൊടുങ്ങല്ലൂര് കടപ്പുറത്തുള്ള കടൽ തീരത്തുള്ള പറങ്കോടനും അയ്യപ്പനോ ഇളനീര് കൊടുത്ത് സ്വീകരിച്ചില്ലേ? നെറ്റത്ത് കുറിയുള്ളവര്, നെറ്റത്ത് നിസ്കാരമുദ്രയുള്ള ആളുകള് കെട്ടിപ്പുണർന്നില്ലേ? അവരുടെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് കടപ്പുറത്തുകാര് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് കടപ്പുറത്തുകാര് പൂസലാമാരായത്. പൂസലാം അസ്ലു പുതുസലാം, പുതുസലാം അസ്ലു പുതു ഇസ്ലാം. സ്വഭാവം മഹിമ കണ്ടിട്ട് കുടുംബാങ്ങട്ട് ചെല്ലാൻ തുടങ്ങി ചാത്ത്. അപ്പൊ പുതു സലാമായി, അത് പിന്നെ പൂസലാമായി. പൂസലാമാര് ഒരു വലിയ ആളുകളാണ്. എന്തും പെട്ടെന്ന് കൽബക്ക് കയറിയിട്ട് മനുഷ്യനെ സ്നേഹിച്ച ലിവർ കണ്ട് മനുഷ്യനെ പൊറച്ചു തരും. ദേഷ്യം മുടിച്ച നമ്മളെ ലിവർ കലക്കി തരും ചെയ്യും. അങ്ങനെ അത് നല്ലവരാ. പുതിയ പുതിയ ആളുകൾ വേം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അവരിപ്പോഴും ആ തനിമ നിലനിർത്തുന്നവർ. അവർക്ക് ഭയങ്കര വിശ്വാസമല്ല. മൗലദിലും മഹാന്മാരായ ഉലമായിലൊക്കെ വലിയ ഇക്റാമും മഹബത്തുള്ള ആളുകളാണ്. എന്ത് പറഞ്ഞാലും തള്ളൂല. 2 കപ്പലാണ് പുറപ്പെട്ടത്. ഒന്ന് കൊടുങ്ങല്ലൂർ തീരത്തെത്തി, മറ്റൊന്ന് കാറ്റ് ഗതി മാറി സഞ്ചരിച്ചപ്പോൾ നേരെ എത്തിയത് കായൽ പട്ടണം. ഒരു ഭാഗത്ത് കായൽ പട്ടണം, മറ്റൊരു ഭാഗത്ത് തേങ്ങാപട്ടണം, ഇടയിൽ മഹബർ. മഹബർ എന്ന് പറഞ്ഞാൽ കടലിടുക്ക്. അതിന് പേരിട്ടത് അറബികളാണ്. അതുകൊണ്ടാണ് മഹദൂൻ അംഗന്മാരെ കുറിച്ച് മഹദൂം മഹബരി എന്ന് പറഞ്ഞത്. കാരണം അവിടുന്ന് നേരെ കൊച്ചിക്ക് വന്ന് കൊച്ചിയിൽ നേരെ പൊന്നാനിക്ക്, കൊച്ചിന്ന് നേരെ പൊന്നാനിക്ക് വന്നു. മഹദൂൻ അങ്ങൾ ഇപ്പുറത്ത്, നേരെ അപ്പുറത്ത് അബ്ദുറഹ്മാൻ ലൈദുറുസി, ഇവരുടെ കുടുംബത്തിലെ വല്ലിപ്പ. ഒരു ഭാഗത്ത് മഖ്ദൂനങ്ങളാകുന്ന അൽ ഫഖീഹ് അൽ ആലിമുൽ അല്ലാമ, കേരളത്തിൽ നിന്ന് ആദ്യമായി വിദേശത്ത് പോയി പഠനം നടത്തി അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം വാങ്ങിയ മലയാള മണ്ണിലെ ആദ്യത്തെ പണ്ഡിതന് അത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അവരുടെ ഉസ്താദാണ് ഇബ്നു ഹജറുൽ ഹൈതമി. അവരുടെ ഉസ്താദാണ് സക്കരിയൽ അൻസാരി. ഈ സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മഖ്ദൂനങ്ങൾ നേരിട്ട് ഇൽമ് വാങ്ങിയിട്ടുണ്ട്. അവര് മക്കയിൽ ഓതിയിട്ടുണ്ട്, മദീനയിൽ ഓതിയിട്ടുണ്ട്, സുയൂത്തി ഇമാമിനെ പോലെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഉസ്താദ്മാരെ ആശീർവാദത്തോടെ പട്ടം കിട്ടി നാട്ടിൽ വന്നിട്ട് അവര് ദീന് പ്രചരണം ചെയ്തതാണ്. ആ ഒന്നാമന്റെ പേരക്കുട്ടി എഴുതിയ രണ്ടാമനായ മഖ്ദൂമിന്റെ സംഭാവനയാണ് ഫത്ഹുൽ മുഈൻ. കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരുടെ കയ്യില് സദാസമയം ഫത്ഹുൽ മുഈൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും മഹല്ലി ഓതാൻ വന്നതാണെന്ന് പറയുമ്പോ കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദ് പറയുമത്രേ, നീ മഹല്ലി ഓതാനായിട്ടില്ല, ഞാൻ നിനക്ക് നീ ആരെങ്കിലും ഫത്ഹുൽ മുഈൻ ഓതാൻ വന്നാൽ കൈപ്പറ്റ ഉസ്താദ് പറയുമത്രേ, നീ ഫത്ഹുൽ മുഈൻ ഓതാനായിട്ടില്ല, വേണമെങ്കിൽ ഞാൻ നിനക്ക് മഹല്ലി ഓതിത്തരാ. നീ ഫത്ഹുൽ മുഈൻ ഓതായിട്ടില്ല, മഹല്ലി വേണേ ഓതിത്തരാം. കാരണം ഫത്ഹുൽ മുഈൻ ഇല്ലാത്തൊരു മസലില്ല. ഞമ്മക്കതറിയില്ല, അത് ഓൽക്കറിയാം.
കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദിനോട് വെച്ചാൽ ഏറ്റവും വിശദീകരണമുള്ള ബസ്തുള്ള തഫ്സീർ ഏതാണെന്ന്, തഫ്സീർ ജലാലൈനിയാണെന്ന്. നമ്മൾ നോക്കിയാലും വിശദീകരണമില്ല. അവര് നോക്കിയാൽ ഒറ്റ ഇബാറത്തിൽ നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ അവർക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. മാന്ത്യ കിട്ടാത്ത ഒന്നും അതിലില്ല. പക്ഷെ മാന്താൻ കഴിയണം. നഗല്ലാത്ത പോയി മാന്ത്യ തൊലിയാണ്ട് പോവാതെ മാന്താൻ കഴിയുന്ന ആൾക്കാർ. നമ്മക്ക് തോന്നും നമ്മളാണ് വലുതെന്ന്. ഒരിക്കലും വലുതല്ല. മജ്ലിസിൽ നിന്ന് മൊബൈൽ എടുത്ത് സംസാരിക്കരുത്, അത് അപകടമാണ്. അത് ഹലാക്കിന്റെ തുടക്കമാണ്. നമുക്കിങ്ങനെ തോന്നാണ് നമ്മളെ ഇൽമ അതിനേക്കാളും വലുതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അല റസൂലിൽ ഞാൻ അൽഫി എല്ലാം വേണ്ടി പറയല്ല, ഇതിൽ പോയിന്റ് ഉണ്ട്. മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫാ വ അസ്തഈനുല്ലാഹ ഫീ അൽഫിയ മഖാസിദുൻ നഹവി ബിഹാ മഹവിയാ. അതിന്റെ ലാസ്റ്റ് ഉണ്ടല്ലോ, അതില് കുടുങ്ങി. എന്റെ അൽഫിയ ഇബ്നു മുത്തിന്റെ അൽഫിനേക്കാൾ കുറച്ച് പൊന്തിയതാണ്. നമ്മൾ അൽഫിയ കുറച്ച് ഉയർന്നതാണ്. അൽഫിയത്തെ ഇബ്നു മുത്തിന്റെ അൽഫിനേക്കാളും കുറച്ച് മേലെയാണ്. ഇബ്നു മുത്തി നേരത്തെ നഹ്വിൽ അൽഫിയ എന്ന കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയാണ് മുഹമ്മദ് മാലിക് കിതാബ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ ഈ അൽഫിയെ കുറിച്ച് അവർ പറഞ്ഞു ഇത് ഇബ്നു മുത്തിന്റെ അൽഫിനേക്കാൾ കുറച്ച് ഉഷാറുള്ളതാണ്. മഹാന്മാർ പറയാണ് അത് എഴുതിയിട്ട് കിടന്നപ്പോ കിനാവലി ഇബ്നു മുത്തിയെ കണ്ടു. മരിച്ച നൂറുകണക്കിന് ആൾക്കാരെ പേന്ത ആർക്കും കഴിയും, ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ കോലം തിരിയുന്നു. മരിച്ച മയ്യത്തിന് എന്തും പറയാ. എന്നെ ഭൂമിയിൽ നമ്മളില്ല. ഞാനെങ്ങാണ്ടും ജീവിച്ചിരിക്കുമ്പോ എന്റെ അൽഫിനേക്കാൾ നിങ്ങളെ അൽഫ മെച്ചപ്പെട്ടാന്ന് പറഞ്ഞാൽ അതിനൊക്കെ റദ്ദ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ മരിച്ചവരെ എങ്ങനെയും പിടികൂടാല്ലോ. നമ്മളൊക്കെ വിട്ടോണ്ട് നമ്മളെ വൈക്ക് വിട്ടാളി ഇന്ന് അർത്ഥത്തിൽ കിനാബ് കണ്ടപ്പോ സങ്കടായി പോയി. അപ്പൊ അടുത്ത തൗബയുടെ വൈത്താണ്. അൽഫിയ നെഹു മാത്രമല്ല മക്കളെ, ഒക്കെ തസൗഫാണ്. നിങ്ങൾ എനിക്ക് അൽഫിയ എന്ന് വിളിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ഓരോന്നിലും ഞാൻ തസൗഫ് പറഞ്ഞുതരാം. ഇതിലൊക്കെ തസൗഫാണ്. കാല മുഹമ്മദ് ഒന്ന് അൽഫയിൽ ദർശനത്തുമ്പോ കരയുന്ന ആളുകളുണ്ട്. കാരണം ഇവിടെ മുഹമ്മദ് എന്ന് കേട്ടാൽ അവർ ആ മുഹമ്മദിനെ ഓർക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കക്കടിപ്പുറം ശൈഖുനൊക്കെ കാല മുഹമ്മദ് എന്നാണ് കരയും. അൽഫിയിലുള്ള മുഹമ്മദ് മദീനത്തെ മുത്തനബി അല്ല, പക്ഷെ പേര് വരുമ്പോഴേക്ക് കരയാ. പേരക്കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് ഒതുകൊടുക്കാതെ പേരക്കുട്ടികളെ വിളിക്കാത്ത മഹാന്മാരുണ്ട്. ആശിക്യങ്ങൾ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഒതുകൊടുക്കും, അല്ലെങ്കിൽ ഓമനെ പേരാ വിളിക്കാം. ഖത്താബ് കുടുംബത്തിലുള്ള കുറെ കുട്ടികളെ മുഹമ്മദ് എന്നുള്ള പേര് തിരുത്തി അത് ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അവര് എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോൾ ചീത്ത വരേണ്ടി വരും. അപ്പൊ യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ മോശമാണ്. നമ്മള് പിന്നെ എളുപ്പത്തിന് എന്താക്കി മുഹമ്മദ് എന്നുള്ളതിനെ ഒരു കോയമ്പാക്കിയിട്ട് മഹമ്മദ്. പിന്നെ കുഴപ്പമില്ല. നമ്മളെടുത്ത് കിട്ടിയ ഒക്കെ കോയമ്പാക്കണ പരിപാടി കണ്ടെങ്കില്. ഹാജ അതിനെന്താക്കി നമ്മള് കായ, മാമു കായ, കോഴിക്കോട്ട് മാമു കോയ. ഏതായി മാമു ഇമാം. ഏതാ പെണ്ണുങ്ങളെടുത്ത് പോക്കറ്റ് പോയിക്കോട്ടെ, ആണുങ്ങളടുത്ത് പോക്കറ്റ് വെച്ചാളി. മാമു നിങ്ങൾ വിഷയങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ വാല് പറയുമ്പോൾ കുറച്ച് വിഷയം പറയാൻ ശ്രമിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ഒരു ബക്കറ്റ് വരുമ്പോഴേക്ക് അത് പിരിവിനുള്ളത് ആലുവ കഷ്ണം തേങ്ങയിലില്ല. ഞൈക്ക് വാളിയൊക്കെ നിൽക്കണ്ട. മാമുക്കോയ ഏതാ മാമുക്കോയ? മാമു അസ്ലു ഇമാം, കോയ അസ്ലു ഖാജ, ഖാജ അസ്ലു ഖവാജ്. അത് യമനികളാണ്. ഈടെ അടുത്ത് യമനിലൊക്കെ പോയി എന്നൊരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു സാസിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ എന്റെ വാല് കേൾക്കുന്ന ആൾ, അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ പല രാഷ്ട്രങ്ങളിലും പോയി. യമനിൽ പോയപ്പോൾ അവിടെ കുറെ ആളുകൾ വാള് തൂക്കി നടക്കുന്നത് കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വാള് തൂക്കി നടക്കുന്ന കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ വാള് തൂക്കുക എന്നുള്ളത് ഭീകരവാദത്തിന്റെ സൂചനയാണ് എന്ന്. അപ്പൊ ഞാൻ സാസിലിരിക്കുന്നുണ്ട്. പിന്നെ എന്റെ പ്രസംഗം
അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ബോംബ് പൊട്ടിച്ചല്ലോ, നിന്റെ പ്രസംഗം കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥനാ, നീ അവിടെ ഇരിക്കും, ബോംബ് പൊട്ടിച്ചല്ലോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ അദ്ദേഹത്തിനോട് പ്രസംഗത്തിൽ തന്നെ പരസ്യമായിട്ട് നൂറുകണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിയിട്ട് അദ്ദേഹത്തിനോട് വെച്ചു, നിങ്ങൾ കുറെ ആൾക്കാർ ബസ് പോകുമ്പോൾ ലാത്തി എടുത്തുകൊണ്ട് പോലുണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് പറയണം? നിങ്ങളൊരു സമ്മേളനത്തിന് മുമ്പ് എല്ലാവരുടെ കയ്യിലുണ്ടാവും ലാത്തി, ചിലരുടെ കയ്യിൽ തോക്കുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ പറയണം, ഓ ഭയങ്കര കൊടും ഭീകരന്മാരാണ് പോകണം, കാരണം വടിയും തോക്കത്തിട്ടാ പോകുന്നത്, നിങ്ങൾ എന്താ പറയാന്ന് വെച്ച്. വേണ്ട, പല സ്ഥലങ്ങളിലും പോലീസുകാർ രാവിലെ തന്നെ അടങ്ങും ഒരു തോക്കെടുത്തിട്ട് വാതിന്റെ അവിടെ ഇങ്ങനെ കിട്ടും, റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാർ വെടിയേക്കാനാ. നല്ല ഡീസൻ്റ് ഉള്ള ഒരു ഉദാഹരണം എടുത്തു വെച്ച് അതിൽ തന്നെ മൂപ്പരാകെ നമ്മൾ പറഞ്ഞത് ശരിയല്ലോ എന്ന്. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, യമനിൽ ഖവാജുണ്ട്, അവരുടെ പാരമ്പര്യക്കാർ ഇപ്പോഴും വാള് തൂക്കി നടക്കുന്നവരാണ്, അത് വെട്ടാനല്ല. അങ്ങനെയാണെങ്കിൽ മലപ്പുറം കത്തും കൊടുക്കൂലേ? പഴയ കാലത്ത് കത്തില്ലാതെ ആരെങ്കിലും പുറത്തിറങ്ങും? ഇതൊക്കെ വെട്ടാനാ. നായന്മാരെ ആരെയും കത്തിണ്ടായിരുന്നു, മാപ്പിളാരെ ആരെയും മാത്രമല്ല, നായന്മാരെ ആരെയും കത്തിണ്ടായിരുന്നു. അത്യച്ച നായരും കത്തിയച്ച അബോക്കറാജും ഒപ്പം ബെഞ്ച് മരുന്നിട്ട് ചായപ്പടി പോയിട്ട് ചായ കുടിക്കും, ചായ മക്കാനിയിൽ, എന്നിട്ട് പിരിഞ്ഞോ ചെയ്യും. അതൊരു ചരിത്രത്തിന്റെ ഒഴുക്കല്ലേ? ആ ഖവാജ് എന്ന് വന്നാണ് ഖ്വാജ, അതാണ് ഖ്വായാക്കിയത്. പിന്നെ മാമു, മാമു എന്ന് പറഞ്ഞാൽ ചോര ഇക്കണേന് പഴക്കമാക്കാരാണ്, മാമു വെച്ചോന്ന് നോക്കും, ആ മാമു അല്ലത്. പിന്നെ ഇമാം, ഇമാം ഖ്വാജ, നിങ്ങള് ഇമാം ഖ്വാജ. നമ്മൾ അങ്ങനെയൊക്കെ പുതിയ പുതിയ പേരുകളൊക്കെ അസിൽ നിന്ന് അടർത്തിയിട്ട് കുഴമ്പാക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിപണനം ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല, ദീർഘമായി പറയേണ്ടതുമില്ല. നിങ്ങളൊന്നൊരു 5 മിനിറ്റ് മദീനയിൽ വരണേ. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ വിളിച്ചപ്പോൾ വന്നവരാണ് നമ്മൾ. നമുക്ക് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. من مات على حب آل محمد مات شهيدا. ആല് മുഹമ്മദിനെ പ്രണയിച്ചുകൊണ്ട് മരിച്ചവന് ശുഹദാക്കളുടെ കൂടെയാണ്. ശുഹദാക്കളുടെ കൂടെ നാളെ പങ്കെടുക്കുന്ന കുറെ ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് അഹ്ലു ബൈത്തിനോട് പ്രണയമുള്ളവരെ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ മുത്തു മുസ്തഫയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു അഹദും മഅ ശുഹദാ, നാളെ ശുഹദാക്കളുടെ കൂടെ ആരെങ്കിലും സ്വർഗ്ഗത്തിൽ സംഘടിപ്പിക്കപ്പെടുമോ നബിയേ? അപ്പോൾ ഇനി എല്ലാവർക്കും ചേരാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുത്തു മുസ്തഫ സഹധർമ്മിണിയായ ആയിഷ ഉമ്മയോട് പറഞ്ഞത്. ആയിഷ ആരെങ്കിലും 24 മണിക്കൂറിനിടയിൽ ഒരു 20 തവണ എനിക്ക് മരിക്കണമല്ലോ എന്ന് ചിന്തിച്ചാൽ അവൻ ശുഹദാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വലവാതി അലാ നബി വ സലാമി വ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാം അലൈക സൈനൽ അംബിയാഇ അസ്സലാം അലൈക തഖല്ലത് ഖിയാഇ അല്ലാഹു 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 അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത നമുക്കൊന്നോ അഹ്ലു ബൈത്തിൽ പെടാൻ കഴിയില്ല. ഷഹീദിന്റെ പവറിൽ മരിക്കാൻ പറ്റുന്ന പരുവത്തിൽ അഹ്ലു ബൈത്തിനോടുള്ള കടുപ്പം കൂടാനും വളരെ കുറവാണ് ആളുകൾക്കുള്ള തൗഫീഖ്. പക്ഷേ 24 മണിക്കൂർ 20 തവണ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എനിക്ക് മരിക്കണമല്ലോ, എന്റെ മൂക്കിലും പഞ്ഞു വരുമല്ലോ, എന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉരിയുമല്ലോ. ഉമ്മമാരെ, നിങ്ങളുടെ പർദയും സാരിയും ബ്ലൗസും ചുടിദാറുമൊക്കെ ഊരുമല്ലോ. തട്ടമിട്ട പെണ്ണെ ഊരുമല്ലോ.
തട്ടമിട്ടവർ തന്നെ തട്ടമിടുന്നതിനെ പരിഹസിക്കുന്ന വിരോധാഭാസത്തിന്റെ വിചിത്ര കാലയളവല്ലേ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മുസ്ലിം പെൺകുട്ടികളൊക്കെ തട്ടത്തിൽ കാർക്കശ്യമുള്ളവരാണെങ്കിൽ പറയാൻ ധൈര്യമുള്ളവർ കുറവായിരിക്കോ? മുസ്ലിം ചെറുപ്പക്കാരൊക്കെ തൊപ്പിയിലും ദാടിയിലും ആവശ്യമുള്ളവരെങ്കിൽ ദാടിക്കെതിരെ നിയമം പാസ്സാക്കുകയില്ല. മുസ്ലിം ചെറുപ്പക്കാര് പള്ളിയിൽ സജീവമാണെങ്കിൽ പള്ളി പൂട്ടാനോ പൊളിക്കാനോ ആരും വരൂല. ഇത് വരുന്ന കഴുകന്മാർക്ക് തന്നെ അറിയാം നമുക്ക് ഹൃദയബന്ധം നമ്മുടെ ചിഹ്നങ്ങളോട് കുറവാണ്. ഒരു ഹിന്ദു സഹോദരൻ ഡോക്ടറാണെങ്കിലും ചെകിട്ടിൽ പൂ വെക്കാൻ മടിയില്ല. ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നവനാണെങ്കിലോ നെറ്റത്ത് കുറിയിടാൻ മടിയില്ല. കിലോമീറ്റർ നടന്നുകൊണ്ട് ശബരിമലയിൽ കയറി ഇറങ്ങാൻ അവർക്ക് മടിയില്ല. നമ്മളതിനെ എതിർക്കാൻ പാടില്ല. പരിഹസിക്കുന്നതും ഹറാമാണ്. ഓരോ ആളുകൾ ഇത് മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മറ്റുള്ളവരും സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. എതിർക്കാൻ പാടില്ല. കാരണം ബുദ്ധി എന്നത് എല്ലാവർക്കും അല്ലാഹു തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് മാന്യമായിട്ടുള്ള പ്രബോധനമാണ്. അവിടെ തന്നെയും മതത്തിന്റെ തീപ്പൊരി ഭാഷയില്ല. എന്നാൽ ഇംഗ്ലീഷ് പറയുന്ന ഡോക്ടർ കുറിയിടുമ്പോ, ഇംഗ്ലീഷ് പറയുന്ന ഡോക്ടർ കഴുത്തിൽ മാലയിടുമ്പോ, ഇംഗ്ലീഷ് പറയുന്ന ചെറുപ്പക്കാരാ പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോ നിന്റെ പാന്റ് 5000-ന്റേതാണ്, കുപ്പായം 10,000-ന്റേതാണ്, വാച്ച് 50,000-ന്റേതാണ്. ആ സമയത്ത് 5 രൂപയുടെ ടവലില്ല. ശായിറുമായി ബന്ധമില്ല. ബാപ്പാന്റെ പേര് അബ്ദുല്ലാജി, ഉമ്മാന്റെ പേര് ഫാത്തിമ ഉമ്മ, മകന്റെ പേര് ഷംസുദ്ദീന്. മുടിയാണെങ്കിലോ ജൂതന്റെ മുടി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 4 ഭാഗത്തും ചെത്തി സെന്ററിൽ ഒരു കൊട്ട മുടി, എന്നിട്ട് കാലിനടുക്കില് ബൈക്ക് അല്ലെങ്കിൽ ബുള്ളറ്റ്, കീറിയ പാന്റ്, പാറിയ മുടി, കൈവെള്ളയിൽ മൊബൈല്, കാലിനടുക്കില് ബുള്ളറ്റും. ഇതാണ് ഇപ്പൊ ജീവിതം. എല്ലാം തുറന്നു വിടുകയാണ്. ജീവിതം എന്ന് പറയുന്നത് മൊബൈൽ. മൊബൈൽ സമയം കൊല്ലി, അതിൽ മാത്രം കണ്ണ്, അതിൽ മാത്രം കാത്, അതിൽ മാത്രം കൽബ്. മണിക്കൂറുകൾ പിന്നിടുന്നു. അതിനിടയിൽ തലമുടി നരക്കുന്നു, തൊലി ചുളിയുന്നു, നടുവൊടിയുന്നു, വടിയെടുക്കുന്നു. മുടി നരച്ചാലും ഫേസ്ബുക്ക്, തൊലി ചുളിഞ്ഞാലും വാട്സപ്പ്, നടുവൊടിഞ്ഞാലും തോണ്ടുകയാണ്, വടിയെടുത്താലും നോക്കുകയാണ്. വല്ലാത്ത കാലമല്ലേ. ബലാല മൊബൈല് മുതഅല്ലിമേ, കലാം ലാഭിച്ചിടൂ മുതകല്ലിമേ. നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല നാടപടി എങ്ങോട്ടെന്നേ. നിന്നും ഇരുന്നും കിടന്നും നാം നോക്കുന്നേ, ജന്മനാശത്തിലായി കലാശിക്കുന്നേ. എല്ലാരും ഇതിലാണല്ലോ. ആറാട് എലി ചാടിപ്പോക്ക്, അതിൽ ഉമ്മാനെ കൊല്ലല്. ഞാൻ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വാതിനുമായി, അവിടെയാണ് ഉമ്മ ചാർജർ എടുത്തുവെച്ച കാരണത്താൽ ഉമ്മാനെ ഒരു പെൺകുട്ടി കത്തിയോണ്ട് കുത്തിക്കൊന്നു. മൊബൈലിന് ചാർജർ എടുത്തുവെച്ച കാരണത്താൽ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മൊബൈലിന്റെ ചാർജർ എടുത്തുവെച്ച കാരണത്താൽ കത്തിയോണ്ട് ഒരു ഉമ്മാനെ മോള് കുത്തിക്കൊന്നു മലയാളക്കരയില്. കഴിഞ്ഞ റമളാന്റെ മുമ്പ് മൊബൈലിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ ഉമ്മാനെ കൊത്തിക്കൊല്ലാൻ ശ്രമിച്ചു. കുടുംബത്തിൽ 5 എണ്ണത്തിനെ കൊന്നിട്ടു. ഉമ്മ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ രക്ഷപ്പെട്ടു. എന്താന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ലഹരിയിൽ നിന്നും 2 ലഹരിയാണെന്നുള്ളത്. ഒന്ന് MDMA ലഹരി, 2 മൊബൈൽ ലഹരി. രണ്ടും ലഹരിയാണ്. രണ്ടും അനർത്ഥത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ രണ്ടും കൊലയിൽ കലാശിക്കുന്നതാണ്, അല്ലെങ്കിൽ ചാടിപ്പോക്കിൽ കലാശിക്കുന്നതാണ്, അല്ലെങ്കിൽ കുടുംബത്തെ ശിഥിലമാക്കുന്നതാണ്, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എക്സ് മുസ്ലിമീങ്ങളാകുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള അവലംബമാണ് അഹ്ലുബൈത്ത്. അവരുടെ ചോര കർബലയിൽ അതിൽ തന്നെ ബലാ ഒന്ന് കേട്ടില്ലേ നിങ്ങള്? അഹ്ലുബൈത്തിന്റെ ബലാഇന്റെ പ്രതീകമല്ലേ?
കർബല. ഞാൻ കർബല പറയുകയില്ല, പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓർമ്മയിലായി അവരെ തവസ്സുലാക്കി. ഈ തങ്ങളുപ്പാപ്പാനെയും സദസ്സിലുള്ള അഹ്ലുബൈത്തിനെയും തവസ്സുലാക്കി ഒരു ചെറിയ ദുആയിൽ പിരിയുമ്പോ ഈ മുതല്ലിമിനെ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വായിക്കണേ, ഹൃദയം കൊണ്ട് കേൾക്കണേ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയറുക്കുകയാണ്. അറുക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ശിരസ് കുന്തത്തിൽ നാട്ടുകയാണ്. കുന്തത്തിൽ നാട്ടിയിട്ട് യസീദിന്റെ കൊട്ടാരത്തിലേക്ക് വിജയഭേരി എന്നവർ തോന്നുന്ന മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുവരികയാണ്. അതിനിടയിൽ ചിലര് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ശറഫാക്കപ്പെട്ട ചുണ്ടത്ത് ഒരുത്തന് കൊള്ളി കൊണ്ടിങ്ങനെ തട്ടിയിട്ട് ചോദിക്കുകയാണ്, എടാ ഹുസൈനെ, ഞങ്ങളെ അമീറിനെ നീ ചോദ്യം ചെയ്തില്ലേ? ഞങ്ങളെ ഭരണാധികാരിയെ ചോദ്യം ചെയ്താൽ ഇതായിരിക്കും അന്ത്യമെടാ എന്ന് പറഞ്ഞ് അഹ്ലുബൈത്തിന്റെ അച്ചുതണ്ടിന്റെ ചുണ്ടില് തത്തിക്കളിക്കുമ്പോ, തോണ്ടിക്കളിക്കുമ്പോ അതിനിടയിൽ ഒരു സ്ഥലത്ത് രാത്രി താമസിക്കാൻ അവർ ഒരു ചെറിയ ടെന്റ് കെട്ടുകയാണ്. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് അല്പം വിശ്രമിച്ച് പോകാമെന്ന് കരുതിയതാണ്. ആ ടെന്റില് പാത്രത്തിൽ ഹുസൈൻ തങ്ങളുടെ തല വെക്കുകയാണ്. തൊട്ടടുത്തൊരു യഹൂദി താമസിച്ചിരുന്നു. ആ യഹൂദി ഇങ്ങനെ നോക്കുമ്പോൾ യാത്രക്കാരിവിടെ ഉറങ്ങാനുള്ള പരിപാടിയാണ്, പോയി നോക്കാമെന്ന നിലയില് തൊട്ടടുത്ത് താമസിക്കുന്ന യഹൂദി വന്നുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാ. ടെന്റിന്റെ ഉള്ളിലൂടെ തലയിട്ട് നോക്കിയപ്പോൾ ഞെട്ടിത്തരിക്കുകയാണ്. കുറെ മനുഷ്യന്മാര് ഉറങ്ങാൻ വേണ്ടി റെഡിയാവുകയാണ്. ഷറഫാക്കപ്പെട്ട പ്രഭാമയമായ ഒരു തല കുന്തത്തിൽ നാട്ടിവെച്ചിരിക്കുകയാണ്. ഇയാൾ അലറി, എന്താണ് മനുഷ്യരെ കാണുന്നത്? ഇത് ആരുടെ തലയാണ്? അപ്പോൾ അവര് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നബിയാകുന്ന മുത്തും നബിയുടെ പേരക്കുട്ടിയുടെ തലയാണ്. യഹൂദി പറഞ്ഞു, ഞങ്ങൾ ബഹുമാനിക്കുന്ന. നസ്രാണി പറഞ്ഞു, ഞങ്ങൾ ബഹുമാനിക്കുന്ന ഈസാ നബിക്കെങ്ങാനും ഒരു പേരക്കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ തല അറുക്കുകയല്ല ഞങ്ങൾ ചെയ്യല്. അവരെ എടുത്ത് തോളിലിരുത്ത് മുത്തം കൊടുത്തുകൊണ്ട് പോറ്റി നടക്കുകയാണ്, ബഹുമാനിക്കുകയാണ് ചെയ്യല്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ നബിയുടെ പേരക്കുട്ടിയുടെ തലയെടുക്കുമോ? ഇത്ര വലിയ ക്രൂരന്മാരായോ നിങ്ങളെന്ന് പറഞ്ഞ് ഈ നസ്രാണി അങ്ങ് കരഞ്ഞു. എന്നിട്ട് അയാള് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി രാവിലെയല്ലേ തലയുടെ ആവശ്യമുള്ളൂ? ഇപ്പോൾ തല നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, രാവിലെ ഞാൻ കൊണ്ടുവന്ന് തരാ. ഇന്ന് രാത്രിയിൽ ഈ തല എനിക്കൊന്ന് വിട്ടുതരുമോ? ഇത് ഇവിടെ വെച്ചാൽ അപകടമാണ്, നിങ്ങൾക്ക് കൊണ്ടുപോവാൻ ഒരു പക്ഷേ കിട്ടുകയില്ല. നസ്രാണി തിരക്കിയപ്പോൾ, കെഞ്ചിയപ്പോൾ അവർക്ക് തോന്നി അത് തന്നെയാണ് സുരക്ഷിത മാർഗം. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വീട്ടിൽ വെക്കാമെന്ന നിലയിൽ കൊടുത്തു. ഈ നസ്രാണിയായ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി ഹുസൈൻ തങ്ങളാകുന്ന അഹ്ലുബൈത്തിന്റെ അച്ചുതണ്ടിന്റെ കവളത്ത് മുത്തുകയാ. നസ്രാണി കരയുകയാണ്, ഹുസൈനെ എന്നോട് മാപ്പാക്കണേ, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല. ഞാനവിടെ ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. എന്നോട് മാപ്പാക്കണേ മോനെ എന്നും പറഞ്ഞ് കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി ഈ നസ്രാണി അങ്ങ് കിടന്നപ്പോൾ وجهك الوضاح حجتنا يوم يأتي الناس بالهجج صل رب العالمين على سيد الكونين وسروجه. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ അഹ്ലുബൈത്തിലെ പുന്നുമോനായ മർജാനും ലുലുമായ ഹുസൈനെ മുത്തിയിട്ട് നസ്രാണി കിടന്നപ്പോൾ നസ്രാണിയുടെ കിനാവിലതാ, കിനാവ് പെരുന്നാളാകണമെങ്കിൽ, നിദ്ര സായുജ്യമാകണമെങ്കിൽ കിനാവ് കൊണ്ട് കാരുണ്യത്തിന്റെ കടലിനെ ക്ഷണിച്ചു വരുത്തണ്ടേ.
ഉറങ്ങാൻ തുടങ്ങിയിട്ട് കാലമേറെയായില്ലേ ഉമ്മ, ഉറങ്ങാൻ തുടങ്ങിയിട്ട് കാലമേറെയായില്ല പെങ്ങളെ. പലവിധ സ്വപ്നങ്ങളും കണ്ട് ഞെട്ടി ഉണരുന്നവരല്ലേ, സ്വപ്നത്തിൽ പേടിച്ച് പനിക്കുന്നവരല്ലേ. ഒരു ദിവസം കാണുന്നത് മൂർഖൻ പാമ്പിനെയാണെങ്കിൽ പിറ്റേന്ന് കാണുന്നത് പെരുമ്പാമ്പി വിഴുങ്ങുന്നതിനെയാണ്, പിറ്റേന്ന് കാണുന്നത് തീയിൽ കിടന്ന് ഉരുകുന്നതിനെയാണ്, പിറ്റേന്ന് കാണുന്നത് ബസിന്റെ അടിയിൽ തലപെടുന്നതാണ്. ഒരു ദിവസമെങ്കിലും ഒരു നിശാനിദ്രയില് അള്ളാന്റെ റസൂലിനെ ബെഡ്റൂമിൽ കൊണ്ടുവരണ്ടേ. വാള് കേൾക്കുന്ന പെങ്ങളെ, കൽബാകുന്ന മൊബൈലിൽ നിന്ന് അന്യായമായ അനാശാസ്യമായ ചിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യുമോ? ജീവിതത്തിൽ സംഭവിച്ച സയ്യിആത്ത് കൊണ്ട് ചേറും പാറയും ചോറും കലങ്ങിയിട്ട് പാടുകളെ കൊണ്ട് കറുത്തു മാറിയ കൽബിനെ തൗബയുടെ കണ്ണുനീര് കൊണ്ട് കഴുകി വൃത്തിയാക്കി പ്രണയത്തിന് മശുത്തുള്ളി കൊണ്ട് ആ സ്ഫടിക സമാന സുന്ദരമാക്കിയ കൽബിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുമോ? ഖുസ്റവി ആചിലഗീന സർവരി ആചിലഗീ, ഖുസ്റവി ആചിലഗീന സർവരി ആചിലഗീ, ഖുസ്റവി ആചിലഗീന സർവരി ആചിലഗീ. ഹം ഫക്കീറോं को मदीने की गली अच्छी लगी, हम फकीरों को मदीने की गली अच्छी लगी, खुसरवी अच्छी लगी ना സർവരി अच्छी लगी. നേതൃത്വം വേണ്ട, രാജാധികാരം വേണ്ട, ഞങ്ങൾക്ക് മദീനയിലെ ഒരു ചെരുവിലെ ഫക്കീറായാൽ മതിയേ. യാ അക്റമൽ ഖുറമ അലാ അഅതാബികോ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികോ ഇർജുൽ അതാഅ അലൽ മുകാഇ ബിബാബികോ വദ്ദംഉ മിൻ നൈനി സാല സജീമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. إذ جئت طيبة روم زورة قبره فهناك كنت واشم ريان نشره وميت مدهوشا لغيبة قدره حبا وإن كنت المسيء عظيما صلوا عليه وسلموا تسليما. കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകമണിയാ പരിമളന്നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പിന മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ഒരു ചിട്ടക്ക് വേണ്ടി, മലക്കളുടെ ശൈഖാന്റിന് വേണ്ടി, നിങ്ങൾക്ക് കൂടുതൽ ഈ മജ്ലിസ് ഫലത്തവാൻ വേണ്ടി ഞാൻ നേരത്തെ മൊബൈലൊന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് അനിഷ്ടം തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മക്കും മജ്ലിസിന്റെ ഹുർമത്തിനും പറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ മുത്തല്ലിമിനോട് മാപ്പ് ചെയ്തുകൊണ്ട് തോണ്ടൽ നിർത്തിയവരോ, എന്നോട് ദേഷ്യം പിടിച്ചവരും ദേഷ്യമില്ലാതെ പിന്നെയും ആത്മാർത്ഥമായിരുന്നു കേട്ടവരോ, എല്ലാവരും മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ എത്തിയതുപോലെയുള്ള മാനസിക ഭാവനയോടുകൂടി പച്ചക്കുബയെ കണ്ട പ്രതീതിയോടൊരു 3 സ്വലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അന്ന് ചൊല്ലുമോ? അന്നബിയ ഹാദിറൂൻ യഅലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഈ പേരിന്റെ മുമ്പിലാണ്. ഞാൻ രാവിലെ തുടങ്ങിയ യാത്രയാണ്. വണ്ടിയിൽ വളരെ ക്ഷീണിതനായിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അത് തുടങ്ങിയപ്പോൾ ക്ഷീണം എങ്ങോട്ടാണ് പമ്പ കടന്നത് എന്നെനിക്കറിയില്ല. എല്ലാ ക്ഷീണത്തെയും പിൻവലിപ്പിക്കുന്ന, എല്ലാ രോഗങ്ങൾക്കും സിദ്ധൌഷധമായ, എല്ലാ കടങ്ങൾ വീടാനുള്ള സൂത്രവാക്യമാണ് മദീനയുടെ മദനി രാജാവായ മക്കയുടെ മകുടമായ
നിലാവ് പോലും തോറ്റുപോകുന്ന പ്രഭാമയമായ മുഖത്തിന്റെ ഉടമയായ വല്ലുഹ റസൂലുള്ളാന്റെ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി റസൂലുള്ളാന്റെ മുടി തന്നെയാണ് സത്യം. വൽ ഫജ്രി പ്രഭാമയമായ പൂർവാഹനം പോലെയുള്ള പ്രഭാതം പോലെയുള്ള മുത്തുനബി തന്നെയാണ് സത്യം. വലയാലിൻ നസർ അൽ അസറത്തുൽ മുബശ്ശറ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ പറയുകയാണ്. ഇങ്ങനൊക്കെ തഫ്സീറുണ്ട്. റഅയ്തു ബി ഐനയ്യ, തഫ്സീർ കാണാത്തത് പറയാൻ കഴിയില്ല. ആ മഹാനരായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ നസ്രാണിയുടെ നിദ്രയിൽ പുഞ്ചിരി തൂകി കടന്നു വരികയാണ്. കാരണം പേരമകനെ ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട് ഉറങ്ങിയതാണ്. ഉറങ്ങുന്ന നസ്രാണിയോട് കിനാവിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ ബഹുമാനിച്ചില്ലേ? സ്നേഹിച്ച് ബഹുമാനിച്ച് കരഞ്ഞ് തളർന്ന് ചുവന്ന് കലങ്ങിയ കണ്ണുമായി ഉറങ്ങിയതല്ലേ? അതുകൊണ്ട് ഞാനും എൻ്റെ പേരക്കുട്ടിയും നാളെ പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗം പുൽകുമ്പോ പേരക്കുട്ടിയെ സ്നേഹിച്ച് കരഞ്ഞുറങ്ങിയ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? അതിന് ഉണർന്നുകൊണ്ട് നിങ്ങളൊന്ന് ചൊല്ലണേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ നസ്രാണിയായ മനുഷ്യൻ ഞെട്ടി ഉണർന്ന് കരഞ്ഞോണ്ട് ചൊല്ലുകയാണ്. പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തല വാക്ക് പാലിക്കാൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നെ വഫാത്ത് വരെ ആ മഹാൻ അഹ്ലു ബൈത്തിന്റെ ഖാദിമാണ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. അല്ലാഹുവേ, ഈ മുതല്ലിമീ സദസ്സിലേക്ക് വന്നത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ക്ഷണിച്ചപ്പോ വന്നതാണ്. അല്ലാ, ഈ വരവും ഞങ്ങളുടെ ഇരുത്തവും നീ കബൂലാക്കണേ അല്ലാ. ഇത് അഹ്ലു ബൈത്തിനോടുള്ള മഹബത്തായി സ്വീകരിക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ